അപ്പം സാധാരണ ഇതൊക്കെ ഒരു നാട്ടു നടപ്പ് പോലെ തെരഞ്ഞെടുപ്പിൽ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ്. നമ്മളെയൊക്കെ അവർ തടഞ്ഞു വയ്ക്കും. ഇപ്പോൾ വൈകുന്നേരം നമ്മൾ യാത്ര ചെയ്ത് ചിലപ്പോൾ പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിരിക്കും. വീട്ടിൽ പോകുമ്പോൾ വഴിയിലുണ്ടാകുമ്പോൾ ഒരു കൈ പിടിച്ചു കൊടുക്കും. നമ്മൾ ശാന്തമായിട്ട് നിർത്തി കൊടുക്കും. വേണ്ടി വന്നാൽ ഒന്ന് ഇറങ്ങിയും കൊടുക്കും. അങ്ങനെ ഞാനൊക്കെ പതിവ് നിർത്തിയാൽ നിർത്താം, ഇറങ്ങിക്കോളൂ, പരിശോധിച്ചോളൂ. അതിന് എനിക്കതൊരു അവഹേളനമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. അത് അവരുടെ നിർവ്വഹമാണ്. ഇപ്പം നിങ്ങൾ പല ചോദ്യം ചോദിക്കൂലേ, എന്തെല്ലാം ചോദ്യം ചോദിക്കും. നിങ്ങൾ ചോദിക്കുമ്പോൾ കുറച്ച് നമ്മളൊന്ന് വക്രത്തിയിലും ചോദിക്കും, നമ്മളൊന്ന് കൊടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കും. അതൊരു നിങ്ങളുടെ ഔദ്യോഗിക ജോലി നിർവഹണമാണ്. അതിൽ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. അപ്പോൾ അവനവനെ ഏൽപ്പിച്ച ചുമതലകൾ ആളുകൾ നിർവഹിച്ചു പോകുന്നു എന്നേ ഉള്ളൂ. ഇതൊരു അവഹേളനമായിട്ട് കാണേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല, ഞാനത് ഈ ഒരു രാവിലെ ഞാൻ നടക്കാൻ പോയപ്പോൾ ഒരാൾ ഒരു TV ചാനലിൽ നമ്മളെ ഉണ്ടാവും, ചിലപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ പോകുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രി എന്തെങ്കിലും അത്യാഹിതം ഉണ്ടായോ, പഴയതുപോലെ വല്ല പന്നിയും കുടുങ്ങിയോ എന്നൊക്കെയുള്ള പല ആലോചനയിലും ഞാൻ ഒന്ന് നിന്നോടെ നിന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ പിന്നെ എന്നോട് ചോദിച്ചു പ്രതികരിക്കേണ്ടി ചോദിച്ചു, ഞാൻ ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ തുടർച്ചയായിട്ട് ആവർത്തിച്ച് നിങ്ങളിങ്ങനെ കൊടുത്തപ്പോൾ അത് ഒരു വിഷയമാവില്ല. നാട്ടിൽ ജനം കാണിയല്ലേ, അതുകൊണ്ട് മാത്രമേ ഞാൻ പ്രതികരിക്കുന്നത്. ഞാൻ രാവിലെ എന്നോട് ചോദിച്ചാൽ ഞാൻ ഇല്ല, നേരം ഞാൻ വിട്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സഖാവ് PK ബിജുവിൻ്റെ വാഹനം 4 വട്ടം പരിശോധിച്ചു. 4 തവണ PK ബിജു. സഖാവ് രാധാകൃഷ്ണൻ്റെ വണ്ടി പരിശോധിച്ചു. ഇവിടുത്തെ ഒരു MP യുടെ വണ്ടി പരിശോധിച്ചു. അപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, MP ആരായിരിക്കും നിലമ്പൂരിൽ നിന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ പിന്നെ ഇവിടുത്തെ ഒരുപാട് നേതാക്കന്മാരുടെ ജനപ്രതിനിധികളുടെ ഒക്കെ വാഹനങ്ങൾ ഇവരിവിടെ പരിശോധിക്കേണ്ടായി. അത് ഞാൻ പോയാലും ശരി, ഇപ്പോൾ ആ വടപുറം പാലത്തിൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാം 4 ആൾക്കാർ അവിടെ ഉണ്ട്. നിലമ്പൂരിക്ക് കയറി വരുന്ന സ്ഥലം അത്. ആ കയറി വരുന്ന സ്ഥലത്ത് അടുത്ത ഭാഗത്തായിട്ട് ഇങ്ങനെ അവരിങ്ങനെ നിൽക്കണേ. ഞാൻ തന്നെ ഇപ്പോൾ ഒരു 6 വട്ടേറ്റയിൽ പോയി. ഞാൻ പിന്നെ ഒരു ചെറിയ കാറിലാണ് പോകുന്നത്. ഇന്നോവയിലാണോ അപ്പം തടി വരും, മനസ്സിലായി? നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇന്നോവ കാറിനാണ് കൂടുതൽ തടയുന്നത്. അവര് കുട്ടികളല്ലേ. ഈ രാഹുൽ മാങ്കൂട്ടത്തിലും പിന്നെ ഷാഫിയൊക്കെ ന്യൂജനാണ്, ന്യൂജൻ കോൺഗ്രസ്സുകാരവർ. അപ്പം ന്യൂജൻ കോൺഗ്രസ്സുകാരാകുമ്പോൾ അവർക്കൊരു ആവേശമൊക്കെ ഉണ്ടാവും. ഞാൻ അതിനങ്ങനെ കാണുള്ളൂ. അതിനൊന്നും ഇപ്പോൾ നമ്മൾ വിമർശിക്കേണ്ട. അവർ നമ്മുടെ പുതിയ തലമുറയിലെ കോൺഗ്രസ്സുകാരല്ലേ. അവരിപ്പോൾ ഒരു ഉദ്യോഗസ്ഥനൊന്ന് വന്നു, അപ്പോൾ അവർ ലേശം ഒന്ന് അവർക്കങ്ങനെ തോന്നി, അവർ പ്രതിപ്രവർത്തിച്ചു. അതൊന്നും രാഷ്ട്രീയമായിട്ട് ഞാൻ എടുക്കുന്നില്ല. അതിനൊരു രാഷ്ട്രീയ ലാഭം നമുക്ക് വേണം, എന്നിട്ട് അതിനു വേണ്ടി ആ നിലപാടേ എനിക്കില്ല. അതൊക്കെ ചെറുപ്പക്കാരായ നമ്മൾ കോൺഗ്രസ് MP മാരാണ്, MLA മാരാണ്, ജനപ്രതിനിധികളാണ്. അവർക്കൊരു ഊർജ്ജസ്വരത കൂടുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചു. അവർക്ക് ചിലപ്പോൾ അവരുടെ ഒരു പ്രായത്തിൻ്റെ ഇതുണ്ടാവും. അത് പ്രായത്തിൻ്റെ അപക്വതയായിട്ട് കണ്ടാൽ മതി, മറ്റൊരു വിധത്തിൽ. അല്ല, പെട്ടി ഈ എല്ലാ ഷോപ്പിലോടും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് അറിയോ? ഈ ചരിത്രത്തെക്കുറിച്ചുള്ളൊരു വ്യാഖ്യാനം പഠിച്ചിട്ടില്ലേ? ചരിത്രം ഒരിക്കലും ആവർത്തിക്കുന്നില്ല അതുപോലെ, മനസ്സിലായോ? ഒരിക്കലും അത് നല്ല ആഹ്ലാദപരമായിട്ടാണ് ആവർത്തിക്കുന്നതെങ്കിൽ അതിൻ്റെ അടുത്ത ആവർത്തനം ദുരന്തമായിരിക്കുമെന്ന് പറഞ്ഞാരാ പറഞ്ഞ്? കാറൽ മാർക്സാ. അപ്പോൾ പിന്നെ അങ്ങനെ ചരിത്രത്തിൽ സംഭവിക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരുപോലെ ഇത് ആവർത്തിക്കപ്പെടുമെന്ന് നിങ്ങളും കരുതുന്നുണ്ടാവില്ല, ഞാനും കരുതുന്നില്ല. രാഹുലിന്റെ മോശം പെരുമാറ്റം അപ്പോൾ ഒരു വലിയ വിഷയമായി തൽക്കാലം CPM കണക്കാക്കുന്നില്ല എന്ന് തന്നെയാണ്. അല്ല, അവര് തീരുമാനിക്കേണ്ടതാണ്. ഞാൻ എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കുന്നതാണ്. സമൂഹം പിന്നെ കേൾക്കൂ. അല്ല, അത് ആ ജനപ്രതിനിധിയാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എങ്ങനെ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ പറഞ്ഞ അദ്ദേഹം കേൾക്കുവോ? ഞാൻ പറയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേക്കൂ. പറഞ്ഞു ചോദിച്ചോളൂ. ഉദ്യോഗസ്ഥരുടെ നടപടി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഇടപെടലുണ്ടായാൽ അതിനകത്ത് നടപടികൾ ഉണ്ടാകാൻ പാരിതോഷികം ഭീഷണിയാണ്. ആണോ? അവിടെ നമുക്കൊരു പൊതു തീരുമാനം പറയാം, ആരും ആരെയും ഭീഷണിപ്പെടുത്തി. അത് മതിയല്ലോ. അപ്പൊ അതിലല്ലാണ്ട് ഇല്ല, അങ്ങനെയല്ലേ? അതെല്ലാവർക്കും അറിയാന്തേ. ഇത് ഞാനത് സ്വാഭാവികം എന്നുള്ള നല്ല മനോഹരമായ സംസ്കൃതം കൂടിയും കലർന്ന മലയാളത്തിന് പകരം നാട്ടു നടപ്പ് എന്നുള്ള നാടൻ മലയാളം പ്രയോഗിച്ചതാ. അല്ല, പാലക്കാട് നിന്ന് പിന്നെ നിലമ്പൂരിൽ കുറച്ച് ദൂരം അധികം ഉണ്ട്, മനസ്സിലായില്ല? പാലക്കാടിൻ്റെ പശ്ചാത്തലമില്ല നിലമ്പൂരിന്. അത് പിന്നെ നമ്മൾ കാണേണ്ടത് എന്താ വെച്ചാൽ, തെരഞ്ഞെടുപ്പ് ആത്യന്തികമായ രാഷ്ട്രീയമാണ്. ഇതെന്തെങ്കിലും ചെറുകിട നാടകങ്ങളല്ല തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇതിപ്പോൾ അത് രാഷ്ട്രീയമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക ചെയ്യും. ഗോവിന്ദ മാഷ് പറഞ്ഞത് ഭീഷണിപ്പെടുത്തുന്നത് താന്തോന്നിത്തരമാണ്,
അത് മാത്രമല്ല UDF നിരായുധീകരിക്കപ്പെട്ടു കഴിഞ്ഞു, അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ കൊണ്ടുവരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, മാഷ് പറഞ്ഞ് 100% ശരി. അതിന് കൂട്ടിച്ചേർത്ത് എന്തെങ്കിലും പറയണമെങ്കിൽ സാധാരണ UDF അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളകളിൽ ഇത്തരം ചില വിഷയങ്ങൾ സൃഷ്ടിക്കും. അതൊക്കെ ഈ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പറിൻ്റെ കൂട്ടിരിപ്പുണ്ടല്ലോ, അവർ പറയും ഇന്ന് രാവിലെ നിങ്ങൾ ഇന്ന കാര്യം പറയണം, പിന്നെ നാടകം ഉണ്ടാക്കണം. ആ സ്ക്രിപ്റ്റിലാണ് അത് പോവുക. ഒരു സ്ക്രിപ്റ്റിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ കൊണ്ടുപോകും. അപ്പോൾ ആ സ്ക്രിപ്റ്റ് അനുസരിച്ച് UDF അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ ദിവസവും മാറ്റിക്കൊണ്ടിരിക്കും. അടുത്ത 3-4 ദിവസങ്ങളിൽ മറ്റൊരു സ്ക്രിപ്റ്റ് ആയിരിക്കും പിന്നെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടാൻ പോകുന്നത്. പെട്ടി പരിശോധന അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് അനുസരിച്ച് നടന്നതാണോ? പെട്ടി പരിശോധന അവിടെ ഇവര് നടത്തുന്നത്, പെട്ടിയാണോ പരിശോധിച്ച് എനിക്കറിയില്ല. വാഹന പരിശോധന ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ നടത്തുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അത് ഞാൻ പറഞ്ഞില്ലേ, അത് പറഞ്ഞാൽ മതി.